മോർണിംഗ് ആദ്യം ഫോൺ നോക്കരുത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ണുകൾ അടച്ച് ശ്വാസത്തെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ആ ബെഡിൽ തന്നെ ഇരുന്ന് അതിനുശേഷം ഒരു ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുക. പ്രകൃതിയിലുള്ള ആ ഒരു വെളിച്ചം നമ്മളുടെ കണ്ണുകളിലേക്ക് എടുക്കാൻ നമ്മളുടെ കണ്ണിനെ അനുവദിക്കുക. ബെഡ് കോഫി കുടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ബെഡ് കോഫി ഹാബിറ്റ് ഒരു 1.5 hours അല്ലെങ്കിൽ ഒരു 90 minutesലേക്ക് നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാം. അപ്പോൾ ആ കോഫിയിൽ ഷുഗറിന് പകരം നമുക്ക് ഗീ ആഡ് ചെയ്യാം. A2 ഗീ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് എനർജി കൂട്ടാനും നമ്മളെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കി വെക്കാനും സഹായിക്കും. മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൽ അമിതമായ ഷുഗർ കണ്ടൻറ്റുള്ള അതേപോലെ തന്നെ കാർബ് കൂടുതലായിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക. വെജിറ്റേറിയൻ ആണെങ്കിൽ മുളപ്പിച്ച പയർ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ഇപ്പോൾ ദോശ ഇഡലി പോലുള്ളവയാണെങ്കിൽ അവയുടെ കൂടെ മുളപ്പിച്ച പയർ കുറച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതിനൊപ്പം ഒരു മുട്ട കഴിക്കാം. ഈ ഒരു രാവിലത്തെ പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവിടെ ഒരു ബാലൻസിങ് കൊണ്ടുവരാൻ ഈ കോഫിയിൽ ഗീ ഒഴിച്ച് കഴിക്കുന്നത് വളരെയധികം സഹായിക്കും. ഈ കോഫി കഴിക്കുമ്പോൾ എപ്പം നമ്മൾ കോഫി കഴിച്ചാലും നമ്മുടെ കോഫി ഇപ്പോൾ ശീലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ കോഫിക്ക് വേണ്ടിയിട്ടൊരു 1.5 ഗ്ലാസ് അഡീഷണൽ വാട്ടർ കൂടി നമ്മൾ കുടിക്കണം. കോഫി കഴിക്കുമ്പം പൊതുവേ അതിനൊരു ഡീഹൈഡ്രേഷൻ ഉണ്ട്, അതിനെ ബാലൻസ് ചെയ്യാൻ ഈ അഡീഷണൽ വാട്ടറിന് സഹായിക്കും. അതേപോലെ തന്നെ ഈ അഡീഷണൽ വാട്ടർ കൊണ്ട് ന്യൂട്രീഷണൽ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് കിട്ടുകയും നമ്മുടെ ശരീരത്തെ ബാലൻസ് ചെയ്ത് എനർജി പ്രൊലോങ് ചെയ്ത് നിർത്തുകയും ചെയ്യും.